നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നാട്ടിലെ പഴയകാലത്തെ മഴക്കാല പണികളും പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടുന്ന കസേരകളുടെ പ്രത്യേകതയുമാണ്. ഇത് അജയൻ കൊന്നയ്ക്കൽ പുറപ്പുഴ സ്വദേശി. ചെവിക്ക് കേൾവിക്കുറവും സംസാരശേഷിയും ജന്മനെ നഷ്ടപ്പെട്ടതാണ്. കാര്യങ്ങൾ എഴുതി കൊടുത്താണ് പണികൾ ചെയ്യിപ്പിക്കുന്നത്. പുറപ്പുഴ സ്വദേശിയാണ്, അജയൻ എന്നാണ് പേര്. സംസാരശേഷി കുറവാണ്, ഇല്ല. എന്നാലും ഇതുപോലുള്ള പണികൾ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്ത് ഇതുകൊണ്ട് തന്നെ ഉപജീവനം കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇത് തൊടുപുഴയിൽ സദേൺ ഓട്ടോ ടെക്നോളജി ഇല്ലേ കടയാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ചേട്ടന് പഴയ കാലം നമ്മുടെ കേരളത്തിൻ്റെ പഴയ രീതിയിലുള്ള വീട്ടുപകരണങ്ങൾ വളരെ എൻജോയ് ചെയ്യുകയാണ്, ഹാപ്പിയാണ്. വീട്ടിൽ ഇന്ന് ഉപേക്ഷിക്കപ്പെടുന്ന നമുക്ക് സെക്കൻഡ് ഹാൻഡ് കടയിലൊക്കെ ചെന്നാൽ കാണാൻ കഴിയും ഇതുപോലെയുള്ള കസേരകൾ. ഇതേ നല്ല പ്ലാസ്റ്റിക് വള്ളിക്ക് കെട്ടിയ കസേരയാണ് വീട്ടിലായാലും ഉപയോഗിക്കുന്നത്. അത് ഇന്ന് വെളിച്ചപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രസിദ്ധീകരിക്കാൻ ഇത് കണ്ടോ, ഈ മഴയത്ത് ഈ കുട നന്നാക്കും പോലെ ഉള്ളവരെ പോലെയുള്ള ഒരു പണിക്കാരൻ ഏതാണ്ട് കാലങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഉള്ള പണികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും. ഇപ്പോൾ ഇല്ല, അറിയത്തില്ല ആൾക്കാർക്കും. എന്നാലും വളരെ ഈ മഴക്കാലത്ത് വളരെ ആത്മാർത്ഥതയോടെ കൃത്യനിഷ്ഠതയോടെ കസേര കെട്ടുന്ന ഒരു കാഴ്ചയാണ്. ടൈലയിലൊക്കെ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും ഇരുന്നാൽ മറിയത്തുമില്ല, സ്ലിപ്പാകത്തുമില്ല. ഈ ചേട്ടനെ പണിക്കാരനെ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ടോ ആൾക്കാർ? ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ പുള്ളിനെ കണ്ട് ഞാൻ ഇങ്ങനെ പുള്ളി ഒരു ഓഫീസിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്പർ വാങ്ങിച്ച് പുള്ളിനെ വിളിച്ച് ഇവിടെ വന്ന് പുള്ളി ഇവിടെ ചെയ്ത ജോലിയായത്. ഇനിയിപ്പോൾ ഇന്ന് തന്നെ വേറെ ഒരാൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് പുള്ളിനെ വന്ന് കൊണ്ടുപോകും. കാരണം എന്നാ വെച്ചാൽ കാണിക്കാൻ വേണ്ടിയിട്ട് കസേര കെട്ടാനുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഡയാനക്കാരാണെന്നുണ്ട്. ഡയാന എന്ന് അവർ ഇന്നലെ ഇവിടെ വണ്ടിയും കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് വർക്ക് തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് അവർ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചെറിയ കാര്യം വലിയ ഒരു നാടിൻ്റെ നന്മയ്ക്കുള്ള ഒരു സംഭവമാണ് ഇല്ലേ നമ്മുടെ പഴയ. കാരണം പുള്ളി എഴുതി നമ്മൾ കാണിച്ചാലേ പുള്ളിക്ക് അറിയാവുള്ളൂ. ഒരു സംസാരിക്കുകയില്ല, മറ്റേ ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കുകയുള്ളൂ. കാലം മാറിയപ്പോൾ കോലം മാറി. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒറിജിനൽ തേക്കും തടി കൊണ്ട് ഇതുപോലെയുള്ള പണികൾ ചെയ്ത കട്ടിലുകളും കസേരകളും നിറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മലേഷ്യൻ തേക്കുകളുടെ ഉപകരണങ്ങളുടെ ഫർണിച്ചറുകളുടെ ഗോഡൗൺ ആയി കഴിഞ്ഞു വീടുകൾ. 2 വർഷം ഉപയോഗിച്ചാൽ വേസ്റ്റ് കൊട്ടയിൽ വലിച്ചെറിയേണ്ട ഗതികേട്. എന്നാൽ പൗരാണിക കാലത്ത് കാരണന്മാർ നിർമ്മിച്ചിട്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഫർണിച്ചറുകൾ ഇന്നും ചില പഴയ വീടുകളിൽ സുലഭമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പണിക്കാരെ സംരക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ സഹോദരൻ്റെ സേവനം നമുക്ക് വീട്ടിൽ ഇതുപോലെയുള്ള പണികൾക്ക് ആവശ്യമുള്ളവർ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വിളിച്ച് ഇതുപോലെയുള്ള അവരെ പ്രോത്സാഹിപ്പിക്കണം. കരകൗശല പണികളിൽപ്പെട്ട എന്നുപോലെ ഇതുപോലെ കസേര കെട്ടുന്നവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ ഇതുപോലെയുള്ള നാടിൻ്റെ പൈതൃകം തിരിച്ചു കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് കെ വിജയൻ.